അല്ല ധാരാ പുതിയ ഒരാൾ എന്റെ ഒരു ബന്ധുവാ. ചങ്ങനാശ്ശേരിയുള്ള എന്റെ പെങ്ങളില്ലേ, അവളുടെ ഭർത്താവിന്റെ ചേട്ടന്റെ മോനാ. ഓ, എന്താ പേര്? ചന്ദ്രൻ. എങ്ങനെ? ചന്ദ്രൻ. അല്ല, എന്താ കഴിക്കാൻ വേണ്ടേ? എന്തും കഴിക്കും. അതല്ല, ഇപ്പൊ എന്താ കഴിക്കാൻ വേണ്ടത്? ഇറങ്ങിയതല്ല, എല്ലാരുമായിട്ടൊന്ന് പരിചയപ്പെടാനായിട്ട് ഇറങ്ങിയതാ. ഇനി മുതൽ നമ്മുടെ നാട്ടിൽ പാർട്ടിയുടെ യുവജന വിഭാഗത്തിൽ ഇവന്റെ സേവനം ഉണ്ടാവും. അതെ, ആഗോളവൽക്കരണത്തിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സെക്കൻഡ്, ഞാൻ എന്താ പറഞ്ഞത്? ആഗോളവൽക്കരണത്തിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. തോട്ടം മേഖലയിലെ പ്രതിസന്ധിക്കും ഒരു പരിധിവരെ കാരണം കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയ സമീപനങ്ങളാണ്. എന്റെ സേവനം ഈ തോട്ടം മേഖലയിലേക്ക് വേണമെന്ന് അങ്കിള് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഇതൊരു നോക്കേണ്ടിയും വരില്ല. അതെന്താ? അല്ല, അത്രയ്ക്കും നല്ല സ്ഥലം പറയായിരുന്നു. ആദ്യമായിട്ട് വന്നല്ലേ, എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ? അയ്യോ, ഞാൻ ഇപ്പൊ കഴിച്ചോളൂ. എന്നാൽ പിന്നെ ഒരു 5 പൊറോട്ടയും 2 ബീഫ് കറി എടുത്തോളൂ. ഏതായാലും സേവനം ഇങ്ങോട്ട് മാറ്റിയത് നന്നായി. ജെസിബി വരുവോ സഖാവേ? നമ്മുടെ മുഖ്യമന്ത്രി വരുവോന്ന്? സഖാക്കളെ പിന്നോട്ട് പിന്നോട്ട് പിന്നോട്ട്. സഖാവേ, നമ്മുടെ മുഖ്യമന്ത്രി വരുവോ സഖാവേ? പിന്നോട്ട് പിന്നോട്ട് പിന്നോട്ട്. വാ തുറന്ന പാർട്ടിക്കെതിരെ പറയും. എന്ത് ചെയ്യാനാ, പട്ടനായി പോയില്ലേ. പഠിക്കാൻ പോയ മകളെ പിന്നീട് കാണാതായപ്പോ സംഭവിച്ചാണെന്ന് കൂടി കൂട്ടി പറ സഖാവേ. അതിന് പാർട്ടിക്കാരെന്ത് പഠിച്ചു? ബാംഗ്ലൂർ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത പാർട്ടിക്കാരല്ലേ സഖാവേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം തന്നെ ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നല്ലേ സഖാവ്? അത് മറന്നോ? ജബ്ബാറെ, താനാ ഭ്രാന്തിന് വേണ്ടി സംസാരിക്കരുത്. അന്വേഷണം അതിന്റെ മുറയ്ക്ക് നടക്കുന്നുണ്ടോ? ഞാനെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടെന്നേ, കാര്യങ്ങൾ നടന്നേ പറ്റൂ. നമ്മുടെ കൂടെ ആവശ്യമുണ്ടല്ലോ. ചർച്ച തുടങ്ങിയോ? വേണ്ട രീതിയിൽ സംസാരിക്കാൻ ഞാൻ സഖാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ലേബർ കമ്മീഷൻ എന്നാ പറഞ്ഞെന്നും സുന്ദരൻ സാഹാവ് എന്നാ പറഞ്ഞെന്നും ഒക്കെ ഞാൻ കേട്ടു. തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്റെ കുടുംബസ്വത്ത് വിറ്റിട്ട് കൂലി കൊടുക്കണോന്ന് പറഞ്ഞാൽ അത് നടക്കുകയല്ല. കഴിഞ്ഞ 10-15 വർഷമായി ഫാക്ടറിയും തോട്ടവും ഒക്കെ നഷ്ടത്തിലാ. കാശ് അങ്ങോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വീണ്ടും അങ്ങോട്ട് പൊളുത്തിക്കോട്ടെന്ന് പറഞ്ഞാല് അതിന് പണം കായ്ക്കുന്ന മരമൊന്നും എന്റെ വീട്ടിലില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കൂലി കൂടുതൽ തക്കാലം നടക്കുകയല്ല. സാറ് പിന്നെ എന്തിനാണോ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ ക്ഷണിച്ചത്? അടങ്ങും മിസ്റ്റർ ജോബി. ഫെർണാണ്ടസിന് പറയാനുള്ളത് ഫെർണാണ്ടസ് പറയട്ടെ. ഞാൻ എന്നാ പറയാനാ എന്റെ പൊന്ന് കമ്മീഷണർ സാറേ? നമ്മളെക്കാൾ കുറഞ്ഞ വിലയിൽ ഇന്തോനേഷ്യയിൽ നിന്നും കെനിയയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഒക്കെ തേയില ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കമ്പോളത്തിൽ നമ്മുടെ തേയില വേറെ ആർക്കും വേണ്ട. മറ്റു ചില കമ്പനികൾ ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അവിടുത്തെ തൊഴിലാളികൾ ആരും തന്നെ അസംതൃപ്തരുമല്ല. ചെറിയ നീക്കുപോക്കുകൾ. എന്നാ നീക്കുപോക്കാണ് എന്റെ പൊന്ന് കമ്മീഷണർ സാറേ? എന്നെ അതിനൊന്നും കിട്ടുകയല്ല. മറ്റു കമ്പനികൾ എന്നാ ചെയ്യുന്ന എനിക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ചിലപ്പോ കഞ്ചാവ് കൃഷിയോ മറ്റോ കാണും. ലേബർ കമ്മീഷൻ സാർ, മേലാൽ ഇങ്ങനെയുള്ള ചാക്യാർകൂത്ത് കാണാൻ ഞങ്ങളെ ക്ഷണിക്കരുത്, കേട്ടല്ലോ? ഇനി എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ജോബി, മുതലാളി കടുപ്പെടുത്ത ഒഴിവാക്കണം. പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആളാ ഇറങ്ങിപ്പോയത്. അയാളല്ല, ഇത് നിങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഇങ്ങോട്ട് നേരിട്ട് ഇറങ്ങി വന്നാലും എനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ. പിന്നെ ജോബി, അവനോട് പാമ്പറ. സ്വന്തം വീടിനെയും കുടുംബക്കാരെയും ഉപേക്ഷിച്ചിട്ട് പാർട്ടി ഉദ്ധരിക്കാൻ നടക്കുന്ന ഒരു കോപ്പൻ. ഡ്രൈവർ എവിടെ? വേണ്ടാന്നെ പറഞ്ഞേ.
என்ன சுக்கலிங்க அன்னைக்கு வேலைக்கு போகலையா? உடம்பு சரியில்லை சார். ஐயோ பொண்டாட்டி கூட இல்ல சார், ஜுரம் இருக்கு. சரி சரி போ போ. രാമകുഞ്ഞില്ലടാ അവിടെ? ഇല്ല. എവിടെ പോയി? കമ്പനി പടിയില്. അമ്മയോ? വീട്ടിലുണ്ട്. പോ പോ. അല്ല ഈ സമരേ. സമരോ? അടുക്കളയിലോ? അല്ല ഈ സമരക്കാരെല്ലാരും കൂടി ഒരു പണി ചെയ്തല്ലോ. ആ പാവം മുതലാളിയുടെ കാറ് രാമൻകുഞ്ഞ് ചെയ്തതാ. എഴുന്നേറ്റ് നിൽക്കാൻ ജീവത്തില്ലാത്ത രാമൻ എങ്ങനെയാ സാറേ? പാവം. നല്ല പാവം. ആ ചുവന്ന കൊടിയൊന്നും അവന്റെ കയ്യിലേക്ക് കൊടുത്തേ. പിന്നെ എവറസ്റ്റ് കയറാൻ പറഞ്ഞ അതുകൂടി കയറും. ഭാര്യയും വേണ്ട, കുട്ടികളും വേണ്ട. ജാനകി കുളിക്കാൻ തോന്നണു. അവളോടൊന്ന് പറഞ്ഞേരെ. നേരെ ചൊവ്വ നിന്നാൽ രാമകുഞ്ഞിനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്താ ഒരു വല്ലാത്ത മൂളല്? എനിക്കങ്ങനെ ആരോടും പ്രതിബദ്ധത ഒന്നുമില്ല. പിന്നെ പാവങ്ങളല്ലെന്ന് ഓർത്തിട്ടാ. പക്ഷേ സാറിന്റെ ആ പത്തി ഇവിടെ ഏൽക്കില്ല. അവള് നല്ല മൂർച്ചയുള്ള കത്തി തന്നെ എടുക്കും. എന്താടി കളിയാക്ക? ഈ വേഷത്ര നിസ്സാരായിട്ട് കാണണ്ട ആരും. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ എന്തും നടക്കും ഇവിടെ. കാണണോ നിനക്ക്? നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? എന്നാടി? അല്ല, ജീപ്പ് ഈ മുറ്റം വരെ വരത്തുള്ള. ആ രാമൻകുഞ്ഞിന്റെ പേരിലൊരു കേസ് ഉണ്ടായിരുന്നു. കേസൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ? അയ്യേ എന്താ? എന്ത്? ഇത് കഴിക്കാൻ പറ്റിയില്ലേ? ഭർത്താക്കന്മാർക്ക് കഴിവില്ലെങ്കിലേ ആ വല വേറെ വല്ലയിടത്തും പിരിച്ചോളണം. എന്റെ ഭർത്താവിന്റെ അടുത്ത് വേണ്ട. നീ ആരെ കുറിച്ചാ പറഞ്ഞത്? എന്ത്? അല്ല, ഈ വല വീശുന്ന കാര്യേ. അതിന് നിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഓ, അത് അറിഞ്ഞാ മതി. നിങ്ങളുടെ വരവും കത്ത് ഞാൻ ഏതൊക്കെ വീട്ടു മുമ്പിൽ കാവൽ നിൽക്കണം? അതേടി ഞാനിത് കേൾക്കണം. ഇവിടെ വന്ന നേരം കൊണ്ട് ഹൈവേയിൽ ഇറങ്ങി 4 വണ്ടിക്ക് അടിച്ച കുശാലായി. എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങി കഴിക്കും ചെയ്യാം. അതൊക്കെ ഉപേക്ഷിച്ച് അവിടെ ഉണക്കച്ചോറ് വാരി തിന്നാൻ വന്ന ഞാനാ തെറ്റിയാരൻ. മേഡം, എന്റെ ഉണക്കച്ചോറ് തിന്നാനത്രേ, അല്ലാതെ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ സൊല്ലാനല്ല. ഓരോരുത്തരും പറയണ കേൾക്കുമ്പോ തൊലി ഒഴിഞ്ഞു പോവാ. തൊലി ഒഴിഞ്ഞു പോണ ഒരു അസുഖാടി, പാണ്ടിന്റെ അസുഖം. അത് മറച്ചു വെച്ചിട്ടല്ല നിന്നെ തന്തന്നെ തലയെ കെട്ടി വെച്ചത്. ആരാരോടെ പറ്റിച്ചത്? തന്ത ചെയ്യുന്ന വൃത്തിയുടെ അറിയാതിരിക്കാൻ എന്റെ മോനെ ആരും കാണാത്ത ദൂരത്താക്കി പഠിപ്പിക്കുന്ന തന്റെ വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നോക്കി ചോദിക്കാൻ ചെന്നപ്പോ ഈ മനുഷ്യൻ എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ അയ്യോ, ഇപ്പൊ കാണിച്ചാലോ നിന്റെ പോലീസ് കോൺസാൻഡർ പണി ഇന്ന് ഞാൻ ശരിയാക്കി തരാടാ. ഭാര്യ കൊല്ലം നോക്കിട്ടാ നിന്റെ കളി? ആണോ? ഇതെന്താന്നറിയോ? എന്റെ അടുത്ത് വേഷം കെട്ടെടുത്താലേ ഞാൻ തൂങ്ങിച്ചാവും. വെറുതെ ചാവില്ല, തന്റെ പേരെഴുതി വെച്ചിട്ട് ചാവും. എന്നാലും എന്റെ ഭഗവതി, ഈ മീൻകറിയുടെ അടുത്തിരിക്കണ സാമ്പാറിന്റെ ഗതി പോലെ ആയാലും എനിക്ക് ഈ തൊലി വെളുത്തോളുമാര് കാരണം എന്റെ മനസ്സമാധാനം പോയല്ലോ എന്റെ ഈശ്വര. എന്റെ മോനെ ഓർത്തിട്ട് അല്ലെങ്കിൽ തന്റെ പത്രാസിനെ പണ്ടേ തീർത്തന്നെ.